പല ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ പറയും, നമുക്ക് ഈ വചനം പോലെ തിരുവെഴുത്ത് പോലെ അങ്ങ് കൃത്യമായിട്ടൊന്നും പൂർണ്ണമായി അനുസരിച്ചൊന്നും ഈ ഭൂമി ജീവിക്കാനൊന്നും പറ്റില്ല. ബഹുഭൂരിപക്ഷ ആൾക്കാർ ചോദിച്ചോ, അവർ പറയുന്ന കാര്യമാണ്. പറഞ്ഞില്ലെങ്കിലും അവർ മനസ്സിൽ പറയുന്നുണ്ട്. ഈ വചനം പറയുന്ന പോലെ കൃത്യമായി ഒരു പാപവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറവും ചെയ്യാതെ ആർക്കാണ് ജീവിക്കാൻ പറ്റുന്നത്? ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. യേശുവിന് പറ്റും. യേശു ദൈവമല്ലേ, അതുകൊണ്ട് യേശുവിന് പറ്റും. യേശുവിനല്ലാതെ ഒരൊറ്റ മനുഷ്യർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ പറ്റും, ചില നുണകളൊക്കെ പറയേണ്ടി വരും, ചില അപാകതകളൊക്കെ ജീവിതത്തിൽ വന്നു തരും. അത് കണ്ണടച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് ജീവിച്ചു പോകാനാണ് പറ്റുകയുള്ളൂ എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം വരും. അവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വാക്യം. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ ആരായിരുന്നു? ദാനിയേൽ ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവന് കണ്ടെത്തിയില്ല. ഓ, എത്ര ശക്തമായൊരു സാക്ഷ്യമാണ് ദാനിയേലിനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. നമ്മെപ്പോലൊരു മനുഷ്യനാണെന്ന് ഓർക്കണം. വേറെ പ്രത്യേകതകളൊന്നും ആ മനുഷ്യനില്ല. നമ്മളെപ്പോലെ ഒരു പച്ച മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം അവന് ത്യജിപ്പാൻ കഴിയില്ല. അവൻ വിശ്വസ്തനായി പാർക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്തു, നമ്മുടെ രക്ഷകൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തത എന്നുള്ള സ്വഭാവം ദൈവത്തിന് ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന്. ഇതുപോലെയായിരുന്നു ദാനിയേൽ. ദൈവത്തെ പോലെ അത് വിശ്വസ്തനായിരുന്നു. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും വിശ്വസ്തനായ ഒരു ദൈവഭക്തനായ മനുഷ്യൻ. സമയത്തിന്റെ കാര്യത്തിൽ, ജീവിതത്തിന്റെ കാര്യത്തിൽ, പണത്തിന്റെ കാര്യത്തിൽ, ശുശ്രൂഷയുടെ കാര്യത്തിൽ, ഭരണത്തിന്റെ കാര്യത്തിൽ, കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ, നിസ്സാരമെന്ന് തോന്നുന്ന എല്ലാ കാര്യത്തുള്ള ബന്ധത്തിൽ ദാനിയേൽ ദൈവം മുമ്പാകെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരൊറ്റ ശത്രുവിന് പോലും, ഒരു ശത്രുവിന് പോലും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു വാക്യമുള്ളപ്പോൾ, ഇങ്ങനൊരു മനുഷ്യനെ കുറിച്ച് ദൈവസാക്ഷ്യം പറയുമ്പോൾ, തിരുവെഴുത്ത് പറയുന്നത് പോലെ, ഉപദേശം പറയുന്നത് പോലെ അങ്ങനെ കൃത്യമായിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥം. അവനിൽ എന്തോ കുഴപ്പമുണ്ട്. അതാണ് പറയുന്നത് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന്. ദാനിയേലിന് ജീവിക്കാൻ പറ്റില്ലേ? ദാനിയേലിന് വിശ്വസ്തനായിരിക്കാൻ പറ്റില്ലേ? ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ ഭക്തിയോടെ, നിർമ്മലതയോടെ, നേരോടെ, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയെങ്കിൽ നമുക്കും പറ്റും. എല്ലാ പാസ്റ്റർമാർക്കും പറ്റും, എല്ലാ വിശ്വാസികൾക്കും പറ്റും, എല്ലാ മനുഷ്യർക്കും പറ്റുന്നേ. പറ്റില്ലെന്ന് നമ്മൾ പറയരുത്. പറ്റും, സാധിക്കും. ദാനിയേൽ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തിന്റെ മറുപടി കിട്ടാനുള്ള മൂന്നാമത്തെ ഗുണവിശേഷം എന്താണ്? അദ്ദേഹം ദൈവം മുൻപാകെ തെറ്റുകൾ ചെയ്യാതെ, വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, നേരോടെ, ഭക്തിയോടെ ആ മനുഷ്യൻ ജീവിച്ചു.
അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്തു. അതുകൊണ്ടാണ് മറുപടി കൊടുത്തത്. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ വിടുവിക്കാൻ കഴിയുന്ന പിതാവായ ദൈവത്തിന്റെ മുൻപാകെ കണ്ണുനീരോടെ അഭയയാചന കഴിച്ചെന്നാണ്. വായിച്ചിട്ടില്ലേ? ആ വാക്യം വായിച്ചിട്ടില്ലേ? യേശു കരഞ്ഞത് കൊണ്ടല്ല മറുപടി കിട്ടിയത്. അഭയാചന കഴിച്ചത് കൊണ്ടല്ല ദൈവം മറുപടി കൊടുത്തത്. അവിടെ എഴുതിയിരിക്കുന്നു, ഭയഭക്തി നിമിത്തം. പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ഭയഭക്തി യേശു എന്ന ദൈവപുത്രനുണ്ടായിരുന്നു. ഭയഭക്തി നിമിത്തം ദൈവം യേശുവിനെ വിടുവിക്കുകയും യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി എന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. ഇത് തന്നെയാണ് ദാനിയേലിനെ കുറിച്ച് പറയുന്നത്. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, ഭക്തിയോടെ ജീവിച്ചത് കൊണ്ട്, ഒരു തെറ്റും കുറ്റവും ഇല്ലാതെ നല്ല മനുഷ്യനായി ജീവിച്ചതുകൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. നമ്മൾ കരയണം, നമ്മൾ ഹൃദയം തകർന്ന് കരയണം, പ്രാർത്ഥിക്കണം. ഒച്ചത്തിൽ പ്രാർത്ഥിക്കാനോ ശാന്തമായി പ്രാർത്ഥിക്കാനോ ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലൂടെ ഒന്ന് നോക്കും. നമ്മൾ മര്യാദക്ക് ജീവിക്കുന്നുണ്ടോ? നന്നായി ജീവിക്കുന്നുണ്ടോ? ഭക്തിയോടെ ജീവിക്കുന്നുണ്ടോ? വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ടോ എന്നുകൂടി ദൈവം നോക്കും. ആ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം നിർമ്മലമാണെങ്കിൽ പിന്നെ ദൈവത്തിന് മുഖം തിരിക്കാൻ കഴിയില്ല. ദൈവം സ്വർഗം തുറക്കും, ദൈവം മറുപടി തരും, ദൈവം മാനിക്കും, ദൈവം ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും.